عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمده ونصلي على رسوله الكريم أما بعد. الله سبحانه وتعالى അവന്റെ വിശാലമായ കരുണ കൊണ്ട് അവിടെ പാപങ്ങളെല്ലാം വിട്ടുപുറത്ത് ഉറപ്പാക്കി തരുമാറാവട്ടെ. മുന്നോട്ടുള്ള ജീവിതം അല്ലാഹുവിനെ അനുസരിച്ച് തഖ്വയോടെ ആരോഗ്യത്തോടെ ജീവിക്കുവാനുള്ള സൗഭാഗ്യം അല്ലാഹു നസീബാക്കുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുകയും മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുകയും ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാനിനെ വിളംബരം ചെയ്തുകൊണ്ട് റമദാനിന്റെ പൈലറ്റ് മാസമായ ശഅബാൻ നമ്മിലേക്ക് സമാഗതമായി കഴിയും. ശഅബാൻ മാസത്തിന് ധാരാളം പ്രത്യേകതകളുള്ളതോടൊപ്പം പരിശുദ്ധ റമദാനോട് ചേർന്ന് നിൽക്കുന്ന മാസം എന്നുള്ള നിലയിൽ അതിൻ്റെ പ്രാധാന്യവും മഹത്വവും വർദ്ധിക്കുകയാണ്. മഹാനായ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ലം അറക തസൂമു ശഹറൻ മിന ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. ശഅബാൻ മാസം പോലെ അങ്ങ് വ്രതമനുഷ്ഠിക്കുന്ന മറ്റൊരു മാസവും ഞാൻ കണ്ടിട്ടില്ലല്ലോ, എന്താണ് അതിന്റെ കാരണം? അല്ലാഹുവിന്റെ ദൂതർ പറഞ്ഞു, ദാലിക ശഹറുൻ യഗ്ഫുലു നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ. പരിശുദ്ധ റമദാനിന്റെയും റജബിന്റെയും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധമാക്കി കളയുന്ന ഒരു മാസമാണ് ശഅബാൻ. റജബ് വരുമ്പോൾ റമദാൻ അടുത്തു എന്ന ചിന്ത വരും. അത് ശഅബാനിലേക്ക് എത്തുമ്പോൾ ആ ചിന്തയ്ക്കൊരു മങ്ങൽ സംഭവിക്കും. വീണ്ടും മനുഷ്യൻ ഉണരുന്നത് റമദാൻ വരുമ്പോഴാണ്. റമദാനിന്റെയും റജബിനും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധമായി പോകുന്ന ഒരു മാസമാണ് ശഅബാൻ. വഹുവ ശഹറുൻ തുർഫഉ ഫീഹിൽ അഅ്മാലു ഇലാ റബ്ബിൽ ആലമീൻ. ഈ മാസത്തിൽ മനുഷ്യന്റെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് പ്രത്യേകമായി ഉയർത്തപ്പെടും. ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സ്വാഇം. എൻ്റെ അമലുകൾ ഞാൻ നോമ്പുകാരനായ അവസ്ഥയിൽ ഉയർത്തപ്പെടാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് ഈ മാസത്തിൽ കൂടുതൽ ഞാൻ വ്രതമനുഷ്ഠിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് പറയുകയുണ്ടായി. മേൽ പറയപ്പെട്ട ഹദീസിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. അതിൽപ്പെട്ട ഒന്ന്, റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവിടുന്ന് വ്രതമനുഷ്ഠിച്ചിരുന്ന ഒരു മാസം ശഅബാനായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്, അതിൻ്റെ കാരണങ്ങൾ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അതിൽപ്പെട്ട ഒന്ന്, ജനങ്ങൾ അധികവും അശ്രദ്ധമായി പോകുന്ന ഒരു മാസം. 2, ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസം. മഹാനായ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മാസത്തിന്റെ പ്രത്യേകതകളായി പറഞ്ഞ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന് നാം ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജനങ്ങൾ അധികവും അശ്രദ്ധയിലാക്കി തള്ളിക്കളയുന്ന, പ്രാധാന്യം കൊടുക്കാത്ത ഇബാദത്തുകളും അത്തരം സമയങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്കുമാണ് ഇസ്ലാം വലിയ മൂല്യം കൽപ്പിച്ചിട്ടുള്ളത്. ജനങ്ങൾ അശ്രദ്ധമായി നിൽക്കുന്ന സമയത്ത് കൂടുതൽ ശ്രദ്ധയോടുകൂടി ഇബാദത്തുകൾ ചെയ്താൽ ഇരട്ടിക്കിരട്ടി പ്രതിഫലം അല്ലാഹുവിന്റെ റസൂൽ നമ്മോട് വാഗ്ദാനം ചെയ്തതായി കാണാം. ഇനി ഒരു കാലം വരാനുണ്ട്, ഖിയാമത്ത് നാൾ. അതിന് തൊട്ടു മുമ്പുള്ള അവസ്ഥയെ കുറിച്ച് പ്രവാചകൻ പറയുന്നത് ഫിത്ന നിറഞ്ഞ ഒരു കാലഘട്ടമാകുന്നു എന്നുള്ളതാണ്. എവിടെ നോക്കിയാലും കുഴപ്പങ്ങൾ. ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ ഒരുപാട് പ്രതിസന്ധികൾ മുന്നിൽ നിൽക്കുന്ന ഒരു കാലം. സുന്നത്തായ തൊപ്പി ധരിക്കാൻ, സുന്നത്തായ വേഷം ധരിക്കാൻ, മറ്റുള്ളവരോട് സലാം പറയാൻ, മുസാഫഹ ചെയ്യാൻ, ഇങ്ങനെ ഈ ദീനനുസരിച്ച് ജീവിക്കൽ വലിയ പ്രയാസകരമായ ഒരു കാലഘട്ടം വരും. അല്ലാഹുവിന്റെ ദൂതർ പറഞ്ഞു, ഇന്ന മിൻ വറാഇകും അയ്യാമസ് സബ്ർ. ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന കാലം വലിയ ക്ഷമ കൈക്കൊള്ളേണ്ട ഒരു കാലഘട്ടമാണ്.
അസ്സബ്റു ഫീഹിന്ന കഖബ്ദിൻ അലൽ ജംർ. ആ കാലഘട്ടത്തിൽ ക്ഷമയോടെ ഒരു ഒറിജിനൽ മുസ്ലിമായി ജീവിക്കുക എന്നുള്ളത് ഉള്ളംകൈയിൽ തീക്കനൽ വെച്ചുകൊണ്ട് നടക്കുന്നതിനേക്കാൾ പ്രയാസമാകുന്നു. ലിൽ ആമിലി ഫീഹാ അജ്റു 50. തുടർന്ന് അവിടുന്ന് പറഞ്ഞു, ആ കാലഘട്ടത്തിൽ നന്മകൾ ചെയ്യുന്നവർക്ക് 50 പേരുടെ പ്രതിഫലം അല്ലാഹു നൽകും. അല്ലാഹുവിന്റെ റസൂൽ ഇത്രയും പറഞ്ഞു നിർത്തിയപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അജ്റു 50 മിൻഹും ഔ 50 മിന്നാ? 50 പേരുടെ പ്രതിഫലം അങ്ങ് വാഗ്ദാനം ചെയ്തത് ഞങ്ങളിൽപ്പെട്ട 50 പേർ ചെയ്യുന്ന പുണ്യമാണോ, അതിന്റെ കൂലിയാണോ, അതല്ല അക്കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന 50 പേർ ചെയ്താൽ കിട്ടുന്ന കൂലിയാണോ കിട്ടുക? അല്ലാഹുവിന്റെ ദൂതർ വളരെ വ്യക്തമായി പറഞ്ഞു, 50 മിൻകും, നിങ്ങളെ പോലുള്ള അഥവാ സ്വഹാബികളായ നിങ്ങളിൽപ്പെട്ട 50 പേർ ചെയ്താൽ കിട്ടുന്ന കൂലി എത്രയാണോ അത്രയും വണ്ണമായ പ്രതിഫലം അത്തരക്കാർക്ക് അക്കാലഘട്ടത്തിലുള്ളവർക്ക് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, കാരണം എന്താണ്? ആ കാലഘട്ടത്തിൽ ദീൻ അനുസരിച്ചുള്ള ജീവിതം അത്രമേൽ പ്രയാസകരമാണ്. സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം അവർ വഹയ് നേരിട്ടിറങ്ങുന്നത് കണ്ടുകൊണ്ട് ജീവിച്ചവരാണ്. പ്രവാചകനെ നേരിട്ട് കണ്ടവരാണ്. ഇസ്ലാമിക യുദ്ധങ്ങൾ നേരിട്ട് അനുഭവത്തിൽ അവർ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തവരാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രവാചകനെ നേർക്കുനേരെ കണ്ടിട്ടില്ല. പരിശുദ്ധമായ ഖുർആനിന്റെ അവതരണം നേർക്കുനേരെ കണ്ടിട്ടില്ല. പറഞ്ഞു കേട്ട അറിവ് ഉപയോഗിച്ച് മാത്രം ദീനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് ഉള്ളംകൈയിൽ തീക്കടൽ കൊണ്ടു നടക്കുന്നതിനേക്കാൾ പ്രയാസമായതുകൊണ്ട് സ്വഹാബികളിൽപ്പെട്ട 50 പേർ ഒരു നന്മ ചെയ്താൽ കിട്ടുന്ന കൂലി എത്രയാണോ അത്രയും വണ്ണമായ പ്രതിഫലം ഖിയാമത്ത് നാളിൽ ഉള്ള ഒരു മനുഷ്യൻ നന്മ ചെയ്താൽ ലഭിക്കുമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്. ഇതിന്റെ കാരണം എന്താണ്? പ്രിയപ്പെട്ടവരെ, ജനങ്ങൾ അശ്രദ്ധമായി ജീവിക്കുന്നു, ദീൻ വിട്ട് ജീവിക്കുന്നു. ആ കാലഘട്ടത്തിൽ പുണ്യം ചെയ്യുന്നവർക്ക് കിട്ടുന്ന കൂലിയാണത്. ഇതുപോലെ നമുക്ക് കാണാം, സുന്നത്ത് നമസ്കാരങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന അമൽ തഹജ്ജുദ് നമസ്കാരമാണ്. കാരണം എന്താണ്? ജനങ്ങളെല്ലാം അശ്രദ്ധയിലാണ്, ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുകയാണ്. ഈ സമയത്ത് അവർ എഴുന്നേറ്റ് നമസ്കരിക്കുന്നു. അതുകൊണ്ട് തഹജ്ജുദിന് കൂലി കൂടുതലാണ്. അല്ലാഹുവിന്റെ ദൂതൻ പറഞ്ഞു, യുഹ്ശറുന്നാസു ഫീ സഈദിൻ വാഹിദിൻ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഒരൊറ്റ മൈതാനിയിൽ സർവ്വ മനുഷ്യരെയും അല്ലാഹു ഒരുമിച്ച് കൊണ്ടുവരും. എന്നിട്ട് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നും ഒരു വിളിയാളം ഉണ്ടാകും, ഐനല്ലദീന തതജാലല്ലദീന കാനത് തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഅ. തണുപ്പുള്ള സമയത്ത്, ശരീരം വെറുക്കുന്ന സമയത്ത് കിടപ്പറയിൽ നിന്നും വിരിപ്പിൽ നിന്നും തന്റെ ശരീരത്തെ തട്ടി ഉണർത്തി അല്ലാഹു റബ്ബുൽ ആലമീന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ സന്നദ്ധത കാണിച്ചവരെവിടെ, തഹജ്ജുദ് നമസ്കരിച്ചവരെവിടെ എന്ന് വിളിച്ചു ചോദിക്കപ്പെടുമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. ഫയഖൂമൂൻ വഹും ഖലീൽ. ഒരു ന്യൂനപക്ഷം അവിടെ എഴുന്നേറ്റ് നിൽക്കും. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉണ്ടാകൂ. യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്. അവർക്ക് വിചാരണ പോലും നേരിടേണ്ടി വരില്ല. ഡയറക്റ്റ് സ്വർഗത്തിലേക്ക് പ്രവേശനാനുമതി നൽകപ്പെടും. പിന്നെ ബാക്കിയുള്ള ജനങ്ങളെയാണ് അല്ലാഹു വിചാരണയ്ക്ക് വേണ്ടി ഒരുക്കുക എന്ന് പ്രവാചകൻ പറഞ്ഞു. കാരണം എന്താ? ജനങ്ങളൊക്കെ അശ്രദ്ധയിലായി കിടക്കുന്ന സമയത്ത് അവർ വിരിപ്പിൽ നിന്ന് തന്റെ ശരീരത്തെ അടർത്തി മാറ്റി അല്ലാഹുവിന് മുമ്പിൽ വുദൂ ചെയ്ത് നമസ്കരിക്കാൻ സന്നദ്ധരായി എന്നുള്ളതാണ് ഇത്രയും വലിയ പ്രതിഫലം അവർക്ക് കിട്ടാനുണ്ടായ കാരണം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ജനങ്ങൾ അശ്രദ്ധയിലായി നിൽക്കുന്ന സമയത്ത്, അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക്, ഇബാദത്തുകൾക്ക് വലിയ പ്രതിഫലമാണ്. അങ്ങനെയുള്ള ഒരു മാസമാണ് ശഅബാൻ, ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്ന ഈ ഒരു മാസം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. റജബിന്റെയും റമദാനിന്റെയും ഇടയിൽ അധികം ആളുകളും അശ്രദ്ധയിൽ പോകുന്ന ഒരു മാസമാണ് ശഅബാൻ. അതുകൊണ്ട് ഈ മാസത്തിൽ ഞാൻ കൂടുതൽ വ്രതമനുഷ്ഠിക്കുന്നു, കൂടുതൽ നന്മകൾ ചെയ്യുന്നു. അതിനുവേണ്ടി ഉമ്മത്തിനെ അല്ലാഹുവിന്റെ റസൂൽ പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണ്. പൊതുവെ അശ്രദ്ധ എന്നുള്ളത് അത് ദുനിയവിയായ കാര്യത്തിലാണെങ്കിലും ആഖിറത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് നഷ്ടമേ വരുത്തി വെക്കുകയുള്ളൂ. എവിടെയാണെങ്കിലും അശ്രദ്ധ എങ്ങനെയാണ്? അതുകൊണ്ടാണ് റോഡുകളിൽ അപകട സൂചനകൾ നമ്മൾ കാണുന്നത്. അപകട സൂചനകൾ വെക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? പലതരത്തിലുള്ള സിഗ്നലുകൾ, സിഗ്നൽ ലൈറ്റുകൾ, അതുപോലെ ഹമ്പ് വെച്ചിട്ടുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട സൂചനകൾ, ആംബുലൻസിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ പ്രധാനപ്പെട്ട ചില സൈറനുകൾ, ഇതൊക്കെ അശ്രദ്ധരായ ആളുകളെ ഉണർത്താൻ വേണ്ടി പ്രത്യേകം സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്.
ഒരു നിമിഷത്തെ അശ്രദ്ധ മതി ഒരു ഡ്രൈവറുടെ ഒരു നിമിഷം നേരത്തെ അശ്രദ്ധ, ഒരു ഫ്ലൈറ്റ് പറത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ഒരു നിമിഷം നേരത്തെ അശ്രദ്ധ നൂറുകണക്കിന് ആളുകളുടെ ജീവൻ അപകടത്തിലാവാൻ വേറൊരു കാരണവും വേണ്ടി വരില്ല. ഒരു വിദ്യാർത്ഥിയുടെ അശ്രദ്ധ, പഠനത്തിലെ അശ്രദ്ധ ആ വിദ്യാർത്ഥിയുടെ ഭാവിയെ തന്നെ ബാധിക്കും. ഒരു ജോലിക്കാരന്റെ അശ്രദ്ധ തന്റെ ഉപജീവനത്തെ ബാധിക്കും. ഒരു ഡോക്ടറുടെ അശ്രദ്ധ ഒരു രോഗിയുടെ ജീവിതത്തെ ബാധിക്കും. അധികാരിയുടെ അശ്രദ്ധ രാജ്യത്തെ നശിപ്പിക്കും. ഒരു പ്രബോധകന്റെ അശ്രദ്ധ ഒരു സമൂഹത്തെ വഴികേടാക്കേണ്ടത് കാരണമായി തീരും. ചുരുക്കത്തിൽ ഭൗതിക ചുറ്റുപാടുകളിൽ പോലും അശ്രദ്ധ ഇത്രമാത്രം ഭയാനകരമാണെങ്കിൽ ആഖിറത്തെ കുറിച്ചുള്ള അശ്രദ്ധ മനുഷ്യനെ എത്രമാത്രം ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ أولئك كالأنعام بل هم أضل أولئك هم الغافلون. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഒരുപാട് മനുഷ്യർ, ഒരുപാട് ജിന്നുകൾ നരകത്തിലേക്ക് നാം അവരെ എഴുതി തള്ളിയിരിക്കുകയാണ്. കാരണം എന്താണ്? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയമുണ്ട് പക്ഷേ ചിന്തിക്കേണ്ട കാര്യങ്ങൾ അവർ ചിന്തിക്കുന്നില്ല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, കണ്ണുണ്ട് പക്ഷേ കാണേണ്ടത് അവർ കാണുകയില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, കാതുകളുണ്ട് പക്ഷെ കേൾക്കേണ്ടത് പോലെ അവർ കേൾക്കുന്നില്ല. എന്നിട്ട് അല്ലാഹു തആല അവരെ കുറിച്ച് പറയുന്നു, ഉലൈക കൽ അൻആമി ബൽ ഹും അദൽ, അവർ മൃഗതുല്യരാണ്, അതല്ല മൃഗത്തെക്കാൾ അവർ കടകെട്ടവരാണ്. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ തീരെ അശ്രദ്ധരാണ്. പരലോകത്തെ പറ്റിയുള്ള അശ്രദ്ധയാണ്. ചിന്തിക്കേണ്ട കാര്യങ്ങൾ ചിന്തിക്കാതെ, കാണേണ്ട കാര്യങ്ങൾ കാണാതെ, കേൾക്കേണ്ട കാര്യങ്ങൾ കേൾക്കാതെ അവനെ ഒരു വഴിയിലേക്ക് തിരിച്ചുവിട്ടത് പരലോകത്തെ കുറിച്ചുള്ള അശ്രദ്ധയാകുന്നു എന്നാണ് ഇവിടെ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനുഷ്യരധികവും അശ്രദ്ധയിലേക്ക് ആണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു ശഅബാൻ മാസത്തിലാണ് നമ്മളുള്ളത്. ഈ മാസത്തിൽ കൂടുതൽ ഇബാദത്തുകൾ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.